ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇപ്പോൾ കുറച്ച് 5:30 കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡേ ആണ്. പിന്നെ ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3 മന്ത് അടുപ്പിച്ചായി വീഡിയോ എടുത്തിട്ട്. കാരണം എല്ലാം കോഴ്സ് കംപ്ലീറ്റ് ആയ ഉടനെ എനിക്ക് ആ ഒരു ഫീൽഡിലുള്ള ജോബിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പം അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വീട്ടിലൊക്കെ എത്തുമ്പം 6 മണി ഒക്കെ ആവും. അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല കേട്ടോ. പിന്നെ റോസ നല്ല ഉറക്കമാണ്, ആള് നല്ല ഉറക്കമാണ്. അപ്പം ഇന്നിപ്പം നമ്മൾ പോകുന്നത് കാലിക്കറ്റാണ്. അപ്പം ഇന്ന് ഞാൻ ലീവ് എടുത്തു. അപ്പം എൻ്റെ ലൈഫിൽ 2ാമത്തെ കോൺവൊക്കേഷനാണ് കേട്ടോ ഇത്. ഞാൻ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞതിൻ്റെ ഒരു കോൺവൊക്കേഷൻ, ഒരു IIB എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. സോ അത് പാസ്സായി. ആ ഒരു കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ചെറിയൊരു ടെൻഷനും ഉണ്ട്. കാരണം ആള് ഉണ്ടോ കേട്ടോ, ആള് നല്ല കുർത്തക്കേടാണ്. ഇപ്പം ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കൂല. അപ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ ആളുടെ ഫുഡും ഒരു ടെൻഷനുള്ളതുകൊണ്ട് നമ്മളൊരു കെറ്റലുണ്ട്, നമ്മളൊരു ബാഗ് തന്നെ ആയിട്ട് എടുത്തോട്ടോ. ഒരു വലിയ ബാഗും പിന്നെ അവളൊരു ബാഗുമായിട്ട് എടുത്തു. കാരണം നമ്മളിപ്പം വിചാരിച്ചു ഡ്രസ്സും ചെയ്യണ്ട, അവളെ ഇങ്ങനെ തന്നെ എടുത്തോണ്ടോ എന്ന് വിചാരിച്ച്. പിന്നെ ഞാനായാലും യുക്കായാലും അവിടെ എത്തിയിട്ട് ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കോയമ്പത്തൂർ പോയ സമയത്ത് അവൾ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഡ്രസ്സ് ട്രെയിനിൽ തന്നെ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയിൽ വന്നു. കാരണം വേറെ ഡ്രസ്സൊന്നും ഇങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഫങ്ഷന് ഇടുന്ന ഡ്രസ്സ് ബാഗിൽ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ സ്റ്റേഷനിൽ ഡൊമേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു റൂം എടുത്തിട്ട് ഡ്രസ്സും ചേഞ്ച് ചെയ്യുക. പിന്നെ ഇവർക്ക് ഫുഡും കൊടുക്കണം, കാരണം നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ. സോ ഇതൊരു പ്രൗഡ് മൂമെൻ്റ് ആണല്ലോ. സെക്കൻഡ് കോൺവൊക്കേഷനാണ്. സോ ലെറ്റ്സ് സി. ഇനിയിപ്പം താഴെ പോകണം, എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്കിപ്പം ഞാനും ലുക്കൊക്കെ ആണെങ്കിൽ, ഇപ്പം നമ്മൾ 2 ആളാണെങ്കിൽ നമുക്കിതൊന്നും ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് എണീക്കുക, ഡ്രസ്സ് മാറ്റുക, എന്തെങ്കിലും കഴിക്കുക, പോയി. ഇപ്പം റോസ ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഒരാഴ്ചത്തെ ടൂറ് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ടൂറ് പോകുന്ന പോലെയാണ് ഒരു ദിവസം പോകുന്നത്. കാരണം അവളെ സാധനങ്ങൾ മൊത്തം, അവളെ കുറച്ച് ഡ്രസ്സ്, അവളെ പാമ്പേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവളെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നോർമൽ ഫുഡൊക്കെ കഴിക്കുമെങ്കിലും കൂടുതലായിട്ട് കഴിക്കുന്നത് ഞാൻ ചെറുതിലേ കൊടുക്കുന്ന കുറുക്കുണ്ടല്ലോ, ബനാന, അതൊക്കെയാണ് അവൾക്ക് മെയിനായിട്ട് കുറച്ചും കൂടി കഴിക്കുന്നത്. ബാക്കിയൊക്കെ അവളിങ്ങനെ കഴിക്കുമെങ്കിലും വളരെ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പം അവൾ വിശന്നതിനാ നിൽക്കുകയും ചെയ്യില്ല. അപ്പം ഞാൻ വെച്ചാൽ അവൾ കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കെറ്റലടക്കം എടുത്തത്. കാരണം അതാകുമ്പോൾ ചൂടാക്കി കുറുക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, ഇനി എന്തായാലും പോകുന്ന വഴി കാണാം. അതിപ്പം 6 മണി ആവാനായി. അപ്പം നമ്മുടെ ട്രെയിന് 6:30ക്കാണ്, പക്ഷേ ട്രെയിന് കുറച്ച് ലേറ്റാണ്. അപ്പം എന്തായാലും കുറച്ച് ലേറ്റാവും. നമ്മുടെ പ്രോഗ്രാം വരുന്നത് കാലിക്കറ്റ് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അപ്പം ഒരു 11-10:30 അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഉച്ചക്കത്തെ ഫുഡും ഒക്കെ അവിടെ തന്നെയാണ്, അവരെ വക തന്നെയാണ്. അപ്പം പിന്നെ ഉച്ചക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കുളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഫോണിൻ്റെ മ്യൂസിക് കാര്യങ്ങളുണ്ട്, എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയില്ല കേട്ടോ. എനിവേസ്, അപ്പോൾ ഫുഡിൻ്റെ കാര്യം ടെൻഷനില്ല. കാരണം നമ്മൾ നടക്കണമല്ലോ എന്തായാലും. പിന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഏരിയയിൽ തന്നെ അത്യാവശ്യം ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിപ്പം ഉച്ചക്കത്തെ ഫുഡ് ഇവരെ ഓഡിറ്റോറിയത്തിൽ തന്നെ ആയതുകൊണ്ട് അതൊരു ടെൻഷനില്ല. അപ്പം അങ്ങനെ ടെൻഷനില്ല ഞാൻ പറയാൻ കാരണം റോസ ഉള്ളതുകൊണ്ടാണ്. കാരണം റോസക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഫങ്ഷനൊക്കെ കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുറുക്കുണ്ടാക്കി കൊടുക്കലൊന്നും നടക്കൂലല്ലോ. അപ്പം ഇപ്പം കൊടുത്തതിനെ തന്നെ ഉച്ചക്ക് എന്തെങ്കിലും ഫുഡ് അവൾക്ക് മെയിനായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ആള് വിശന്നാൽ പിന്നെ ഭയങ്കര ഇതല്ല, കരച്ചിലൊക്കെ ആവും. അപ്പം നല്ല രീതിയിൽ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. സോ
ഉപ്പി ഭയങ്കര ടെൻഷനായിട്ട് റോസനെ കൂട്ടുന്നുണ്ട്. അവര് കുറേ പറഞ്ഞ് റോസനെ കൂട്ടണ്ട, നിങ്ങൾ പോയിട്ട് തന്നാൽ കാരണം ട്രെയിനിലായോണ്ട്. പക്ഷെ നമ്മളെന്തായാലും ലേറ്റ് ആവും, രാത്രിയാവും അവിടെ എത്താൻ. അപ്പം നമ്മൾ വിചാരിച്ചു റോസനെ കൂട്ടാണ്ട് പോകുന്ന ഒരു നമുക്ക് രണ്ടാൾക്കൊരു മനസ്സില്ല. സോ നമ്മൾ നോക്കിക്കോളാം. നമ്മളിപ്പോൾ കുർത്തക്കേടുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും പേടി. പക്ഷെ ചോക്കിയല്ലേ യൂക്ക മാനേജ് ചെയ്യും. ഞാൻ സ്റ്റേജിലിരിക്കും, യൂക്ക വെക്കുന്നേ ഓടും. അതായിരിക്കും ഇപ്പം അവസ്ഥ ഉണ്ടാവുക. അപ്പം നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ബൈ. റോസനെ ട്രെയിനിന് പറയുന്നത് ഡിഡി ഡിഡി ഡിഡിന്റെ ട്രെയിൻ ഡിഡി ട്രെയിൻ. അവള് നടക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ ആദ്യമായിട്ടാ ലോങ് പോകുന്ന ആള്. നടക്കുന്ന ശേഷം നടക്കാൻ തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് നമ്മൾ ട്രെയിനിൽ പോകുന്നത്, ആദ്യമായിട്ട് നമ്മൾ ലോങ് പോകുന്നത് അല്ലേ? ആ നമ്മൾ ഡിഡിയിൽ പോകുമല്ലോ, നമ്മൾ ഡിഡിയിൽ പോകുമല്ലോ, ഡിഡിയിൽ പോകുമല്ലോ. ഭയങ്കര അത്ഭുതത്തോടല്ലേ നോക്കുന്നത്. ഇതെന്താ പോവാത്തേ? ഇതെന്താ പോവാത്തേ? ഭയങ്കര എക്സൈറ്റഡ് ആണ് ആള്. ഒക്കെ മറ്റേ സോപ്പും വാങ്ങണ്ടേ, ഇതിൽ സ്നാക്സും. ട്രെയിന് ലേറ്റാണ് കേട്ടോ, ട്രെയിന് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്കാണ് ട്രെയിന് നമുക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും ലേറ്റ് ആടെ കറക്റ്റ് സമയം എത്തിയാൽ മതിയല്ലോ. അല്ലേ റോസ? ഹായ് പറഞ്ഞേ, ഹായ്. ഒന്നും ചാനലിലൊരു ഹായ് 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 പറ. ചോദിച്ചേ ഹായ് പറ. ഹായ്. അവൾ ട്രെയിന് കണ്ടിട്ട് അന്തം വിട്ട് ഹായ് പറ റോസ. ഹായ് ഹായ് പറ. ഹായ് ഹായ്. ഹായ് പറ. ഹായ്. പോയി പോയി ചോദിച്ചാ ഹായ്. എവിടെ പോലെ എവിടെ പോലെ ഹായ് പറഞ്ഞേ. കിസ്സോക്കട്ടെ മമ്മക്ക്. കിസ് കിസ്സോ. ഹലോ ഹലോ പറഞ്ഞേ ഹായ്. റോസ ജിജി ലേറ്റ് ആവുന്നു. റോസ ഹായ് ഹായ്. ആൾക്കത് ഏടുന്ന ആ സൗണ്ട് വരുന്ന. ആരാ പറയുന്നേ? ഇതാരാ പറയുന്നേ?
പ്രാവ് വരുന്നുണ്ട്, അതിനെ നോക്കുന്നു. തമാശ. ഓ ചോട്. മാതച്ചിനെ നോക്കണോ? എവിടെ പോന്നെ? ട്രെയിന് പോകുന്നുണ്ട്, ട്രെയിന് പോകുന്നുണ്ട്. അത്ഭുതത്തോടെ തിരിച്ചുള്ള സൈഡ് സീറ്റ് ഉണ്ട്. വന്ദേ ഭാരതിൽ സൈഡാ? വിൻഡോ സൈഡ് എടുത്തില്ല. ഇതിനകത്ത് കഴിയില്ല, ലാസ്റ്റ് 2-3 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് കൊടുത്തിനെങ്കിൽ ഒന്ന് നീ അപ്പുറം ഉണ്ടോ ഞാനിപ്പോ. നമുക്ക് വരുമ്പോൾ നമ്മൾ വരുന്നത് വന്ദേ ഭാരതിൽ. ഞാനും തടിച്ചു വീട്ടിലെല്ലാം ഇങ്ങനെയുള്ള ബോള് പോലെ. മറ്റേ വീട് മിസ്റ്റേക്കല്ലാണ്ട് കോയമ്പത്തൂർ വന്ന സമയത്ത് നടക്കുന്നില്ലേനു അല്ലേ? പക്ഷെ ഇത്ര ആക്റ്റീവ് അല്ലേനല്ലോ. ഇങ്ങനെ എല്ലാത്തും ഇപ്പോഴാണ് അവള് ആക്റ്റീവായി തുടങ്ങി, എല്ലാം നോക്കാൻ തുടങ്ങി. മേലെ ആളുണ്ടായിട്ട് ആ മേലെ ആളുണ്ടല്ലോ. ഓളിങ്ങനെ നോക്കട്ടെ എല്ലാവരെയും. അതിൻ്റെ അടുത്ത് നിങ്ങൾ കിസ് ചോദിക്കുന്നത്. ചായ ചായ വേണോ? നോ. ഇതോന്നി ചായ. ഇതേത് ഭാഷ? ഇതേത് ഭാഷ? എവിടെ പോന്നെ? എവിടെ പോന്നെ നമ്മള്? ഓ താഴെ ഇറങ്ങാൻ പറ്റില്ല, താഴെ ഇറങ്ങാൻ പറ്റില്ല. അടിയാ നിനക്ക്, അടി നിനക്കടിയിട്ടു. നമ്മളിവിടെ എത്തി. ഇനിയിപ്പം എന്ത് എക്സ്കലേറ്ററിലുണ്ട് നല്ല തന്നെ. നമ്മളിതുവരെ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇനിയിപ്പം നമുക്കൊരു റൂം എടുക്കണം. തൽക്കാലത്തേക്ക് ഫ്രഷ് ആണെല്ലാം, അപ്പം അതിനു വേണ്ടി നോക്കാം കേട്ടോ.
ഇവിടെ കിട്ടുവാണെങ്കിൽ ഇവിടെ എടുക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അല്ലേ. അതൊരു അറിവ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അറിയാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ഇനിയിപ്പോൾ സമയമില്ല കേട്ടോ, നമുക്ക് 10 മണിക്ക് അവിടെ എത്തണം. അതിന് മുന്നേ ഫ്രഷ് ആവണം, റോസനെ കുളിപ്പിക്കണം, ഡ്രസ്സ് കൊടുക്കണം, ഇവിടെ എല്ലാം ഉണ്ടല്ലേ. അപ്പം നമുക്ക് എന്തായാലും റൂമിലെത്തിയിട്ട് കാണാം ഗൈസ്. റൂമിലെത്തിയിട്ട് നമ്മൾ സ്റ്റേഷനിൽ റൂം എടുക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷെ അവിടെ ക്ലീനിങ് വരെ തുടങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് സമയമില്ലല്ലോ, 10 o'clock ആകുമ്പോഴത്തേക്കും ഓഡിറ്റോറിയത്തിലെത്തണം. ഇപ്പോൾ 9 മണി കഴിഞ്ഞ്. ഇപ്പോൾ വേഗം റോസിനെ കുളിപ്പിക്കണം, നമുക്ക് ഫുഡ് കൊടുക്കണം, പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ ഓഡിറ്റോറിയത്തിൽ പോകും കേട്ടോ. ഇപ്പം സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുക്കുകയും ചെയ്തത്, കാരണം നമുക്ക് രാത്രി ട്രെയിനുള്ളൂ. വന്ദേ ഭാരതാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, റിട്ടേൺ ട്രെയിന്. ഇപ്പോൾ 9 o'clock സംതിങ്ങാണ്. അപ്പോൾ അതുവരെ നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞാലേ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ലഗേജൊന്നും എടുത്ത് നടക്കാനും പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെ രാത്രി വരെ ബുക്ക് ചെയ്ത് ഈ റൂം തന്നെ. അപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല വണ്ണുള്ള റൂമാണ് കേട്ടോ. ഇനിയിപ്പം കുളിക്കാം റോസ, കുളിക്കാം. ഓക്കെ, അപ്പം കുളിച്ച് ഫ്രഷായി മാറ്റിയിട്ടാണ്. ഓക്കെ, ചേച്ചാ പോരാ, ബൈ. ഗൈസ്, അങ്ങനെ നമ്മൾ 3 ആൾ മാറ്റി കേട്ടോ. ഇനിയിപ്പം തീരെ ടൈമിൽ ഇനി എന്തെങ്കിലും കഴിക്കണം, നല്ലോണം വിശക്കുന്നുണ്ട്. 10 മണിയായോ? 10 മണിയാവാനായി. അപ്പം 10:30-11 മണിക്കാണ് പ്രോഗ്രാം. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകട്ടോ. പിന്നെ റോസിൻ്റെ ഫുഡിൻ്റെ വൻ ഷോക്കാണ് കേട്ടോ. ഇവിടെ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടും 3 plug വരെ എടുത്ത് വന്നിട്ടും ഇത് ഈ കെറ്റിൽ ഇവിടെ വെക്കാന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് വെക്കാന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് എന്താ വെക്കാവാത്ത അറിയില്ല. അപ്പോൾ അവൾക്കിപ്പോൾ തൽക്കാലം ബനാന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലും വാങ്ങേണ്ടി വരും കേട്ടോ. അപ്പം നമുക്ക് പോവാം. റോസ, ലെറ്റ്സ് ഗോ. ഒന്നിക്കല് ആണായിഷാന്നായിരിക്കും. അത് അതാണല്ലേ സാറ്, അതന്നെ ആണായിഷ. ക്യാമറ ആക്കിയിട്ടുണ്ട്. വേഗം നല്ല ഉഷാറായിട്ട് കേട്ടോളൂ. അവർ നമ്മുടെ കോൺവെക്കേഷൻ സെറമണിയിലേക്ക് നമ്മുടെ വിശിഷ്ടാതിഥികളും നമ്മുടെ CMU എല്ലാവരും കൂടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് പവർഫുൾ ആയിട്ട് കഴിയുക. ടീച്ചർ വിളിക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മെസ്സേജ് ഇടുമെന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ. അന്നേരം രജിസ്റ്റർ ചെയ്യണം. റോസ് ഉറങ്ങി കേട്ടോ. അപ്പം വേറെ ബാച്ചിൻ്റെ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രജിസ്ട്രേഷന്. റോസ നല്ല ഉറക്കാണ്, അതുകൊണ്ട് ഒക്കെ രക്ഷപ്പെട്ടു. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ പ്രോഗ്രാം കൊടുക്കുമ്പോൾ ഒക്കെ പറ്റുന്ന പോലെ വീഡിയോ എടുക്കും. റോസ് എണീച്ചെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു ദിവസമാണെന്ന്. ഈ സർട്ടിഫിക്കറ്റ് തരുന്നതിന് വേണ്ടി നമുക്ക് വി ഹാവ് ഗെസ്റ്റ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി അവരെയൊക്കെ ഒന്ന് സ്വാഗതം ചെയ്യാണ്. ആദ്യമായിട്ട് നമുക്കറിയാം
GTech is renowned for its international qualification. നമുക്ക് IAB qualification, ABMA qualification. ഈ രണ്ട് ക്വാളിഫിക്കേഷനും UK-ലുള്ള അവാർഡിംഗ് ബോഡീസാണ്, ഓഫ് കോൾ സർട്ടിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് the person who came all the way from London, reached in the morning, early morning, 3 o'clock. I wholeheartedly welcome Mr. Paul Roosevelt, the Chief Operating Officer of ABMA Education UK. And other guy, Mr. Justin Tom, he came all the way, yeah. He's the Director for FORM, is a new concept on the technology industry. He's developing an app, a mobile app for the agriculture. So I welcome Mr. Tom, Justin Tom, to this function. മറ്റൊരാളെ സ്വാഗതം ചെയ്യാനുള്ളത് is my son, Mishal Abubakar. He's also, just on a learning curve like you. He just finished his BTech, now going for MTech. Like you, I was also attending. ഇവിടെ ഇരിക്കുന്ന പാരൻസിൻ്റെ അടുത്ത് എല്ലാവരും പറയാനുള്ളത്, 2 മാസം മുമ്പ് ഞാൻ എൻ്റെ മകൻ്റെ കോൺവെക്കേഷൻ സെറമണിക്ക് ഇതേപോലെ ചെന്നൈയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെ പാരൻസ് നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. By saying that it's such a privilege and an honour for me to be here to celebrate with you today. This is such a fantastic achievement, and it's so wonderful to see all the family here as well, and everyone that has supported you throughout your studies. And I want to thank Baruch for inviting me. Many of you will know that we are approaching the end of the year. Rania Kamaruddin. Rania Kamaruddin. Nishad KV. Nishad KV. എല്ലാം മസാല അടിപൊളിയായിട്ട് കഴിഞ്ഞു. പക്ഷേ നമ്മൾ വിചാരിച്ചേക്കാളും നല്ല ഡിലേ ആയിട്ടോ. ഈ മൂപ്പർക്ക് നല്ല പണി കിട്ടി. കാരണം കുറേ സമയം ഇവിടെയും പിടിച്ചിരിക്കേണ്ട വന്ന് നമ്മുടെ കുറേ ഡിസ്ട്രിക്റ്റും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വയനാടും അതുപോലെ തന്നെ എല്ലാം ഇന്ന് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 1000 സ്റ്റുഡൻസിന് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് സെക്കൻഡാണ് കണ്ണൂർ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഇപ്പോൾ 4 o'clock വരെ. പിന്നെ ഇവൾ തുടങ്ങി കരയാനും എല്ലാം തുടങ്ങി. പിന്നെ അങ്ങനെ ടയേർഡായിട്ടോ. പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നല്ല ഡിലേ ആയി. പിന്നെ വിചാരിച്ച് റൂം എടുത്തത് എന്തായാലും നന്നായി. കാരണം വന്ന് റെസ്റ്റ് എടുക്കാനും പിന്നെ ഇവളെ ഡ്രസ്സ് മാറ്റാനും പാമ്പേഴ്സ് മാറ്റാനും ഒക്കെ നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. പിന്നെ വന്ന് കുറച്ച് കിടന്ന് ഉറങ്ങി. അത്രയും ടയർഡായി ഉറങ്ങിപ്പോയി രണ്ടാളും. എണീച്ചിനിപ്പം മിഠായിട്ട് ഒരു വഴി ഇങ്ങനെ നടന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്ദേ ഭാരതിൽ പോകുന്നത്. അപ്പം അതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അതാകുമ്പോൾ നമ്മൾ വേഗം വീട്ടിലെത്തുമല്ലോ അല്ലേ റൂസ? അല്ലേ? സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് വെറുതെ നടന്ന് പോവാം. നമ്മൾ ഇവിടെ മാളിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ തീരെ ടൈം ഉണ്ടായിട്ടില്ല. നമ്മൾ വരുമ്പോഴത്തേക്ക് നല്ല ഡിലേ ആയി. സോ പിന്നെ നടക്കുവാണല്ലോ ഇവള്. പിന്നെ കരച്ചലും ഇതെല്ലാം ആയി. പിന്നെ നമ്മൾ വിചാരിച്ച് പിന്നെ അവൾക്ക് ഉറക്കും വന്ന് പിന്നെ അവളും കുറേ സമയം ഉറങ്ങി. അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് നടക്കാം ഗൈസ്. ഇനിയിപ്പം വോയിസ് ഓവർ എങ്ങാനും കൊടുക്കുക. കാരണം ഇവളെയും കൊണ്ട് വീഡിയോ എടുക്കൽ നടക്കും അല്ലേ രാജ? ജി
നോർമൽ വാങ്ങിക്കോ, അൽഫാം മതി. ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഗീ റൈസ്, പൊറോട്ട, നൂൽ പൊറോട്ട, വെള്ളപ്പം, ചപ്പാത്തി, പത്തിരി. എനിക്കേതാ വേണ്ടേ? വെള്ളാപ്പമുണ്ട്, പത്തിരി ഉണ്ട്, നൂൽ പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ബെസ്റ്റ്, പിന്നെന്താ പിന്നെ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. കറിയായിട്ട് ഫ്രൈഡ് റൈസ്, ചിക്കൻ, മട്ടൺ, ഫിഷ്. ചിക്കൻ എന്തുകൊണ്ട്? Hello. Hey. Tired. പപ്പ കൊടുക്ക്. അതല്ല, ഇത് കൊടുക്ക്. എന്റെ കയ്യിലുള്ളത് കൊടുക്ക് പപ്പക്ക്. നോക്കി പഠിപ്പിക്കുന്നു തരൂല. എനിക്ക് കളിക്കാനുള്ള വാർത്ത. അപ്പം ഫസ്റ്റ് ടൈം വന്ദേ ഭാരത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ട്രെയിൻ വരുന്നത് തന്നെ അറിയുന്നില്ല കേട്ടോ. അത്രയും സൗണ്ട് ഇല്ലാണ്ടാണ് വരുന്നതും. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒരു ഇടങ്ങാറോ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഫുൾ ടൈം AC ആണ്. പിന്നെ റോസ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അവൾ ഫുഡ് വെക്കുന്ന ഒരു ട്രെയിലൊക്കെ ഇരുന്നും കളിച്ചും നല്ലോണമായിട്ട്. പിന്നെ നമുക്ക് ലഗേജ് വെക്കാനും ഒക്കെ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. കോൺവൊക്കേഷൻ്റെ വീഡിയോസൊക്കെ കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ലൂക്കാക്ക് എന്താ പറയുക, ഒറ്റക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല, റോസനെയും അതുപോലെ എല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.